ഞാൻ ഡോക്ടർ ഫാത്തിമ വർദ. ഇന്ന് കണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ്. രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പെട്രോൾ പമ്പ് വെച്ച് അവിടെ വെച്ച് ഭയങ്കരമായിട്ട് ഒരാളിങ്ങനെ ബഹളാക്കുന്ന ഒരു വയസ്സായ ആൾ നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നന്നായി കള്ളുപിടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു. OPയിൽ വരുന്ന പേഷ്യൻസിൽ കുറേ പേര് നന്നായി മദ്യം കുടിച്ച് നല്ല ലഗാനൊക്കെ പോയ അവസ്ഥയിലാണ് എത്തിയത്. അങ്ങനെ ഒരു പേഷ്യന്റ് പ്രത്യേകിച്ച് വളരെ ചെറിയ പ്രായമാണ്. ആളിങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ ഇറങ്ങുന്നു, താഴേക്ക് ഇങ്ങനെ വീഴാനിങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ ഇത് വല്ല പാരപാരസിസോ അല്ലെങ്കിൽ വല്ല സ്ട്രോക്ക് പോലെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് അങ്ങേയറ്റം കുടിച്ചിട്ടാണ് ഓഫായി കിടക്കുകയാണെന്ന്. ആഘോഷങ്ങൾ ഒരു ഒരു വിഭാഗം അത് ആൽക്കഹോളൊക്കെ എടുക്കാനുള്ള ഒരു അവസരമായി മാറ്റുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് ഇത് തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മാരകമായ ഒരു വിഷമാണ്. നമ്മളെ ആന്തരികാവയവങ്ങൾ ഓരോന്നിനും പല രീതിയിലാണ് അത് ബാധിക്കുക. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പല അസുഖങ്ങളും ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു ആൽക്കഹോൾ. അറിയാലോ, ലിവർ സിറോസിസും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒരുപാട് ബുദ്ധിമുട്ടും കുറേ കഴിഞ്ഞ് എന്താ പറയുക ലിവറിനൊക്കെ ബാധിച്ച് നമ്മൾ ആകെ ഡൗൺ ആയി കിടക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് അത്ര ആൽക്കഹോൾ എടുത്തിട്ടായിരുന്നു എന്ന് പല പേഷ്യൻസും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരുടെ കൂടെയുള്ളവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ നമ്മൾ ആൽക്കഹോള് എടുക്കുന്ന ഒരു അവസരമാക്കി മാറ്റരുത്. ഒരുപാട് പേഷ്യൻസ് അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിവായിപ്പോയവർ, പക്ഷെ എത്രയായാലും പറയുന്നത് ഇത്തരം അവസരത്തിൽ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടും എടുക്കും. അപ്പം ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ആൽക്കഹോൾ എടുക്കുന്ന അവസരമായി മാറ്റരുത്. നമ്മൾ കുടുംബാംഗങ്ങളോട് കൂടുക, സന്തോഷിക്കുക, അങ്ങനെ നല്ല ഒരു മൊമെന്റ്സ് ആക്കി മാറ്റുക. അല്ലാതെ നമ്മളെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകരുത്. അപ്പം ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഒരുപാട് പേരെ കണ്ടപ്പോൾ പലരോടും പറഞ്ഞ ഇത് തന്നെയാണ്. എന്നാൽ ആ ഒരു കാര്യം, ആ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോടും പറയാണ്. നന്ദി, നമസ്കാരം.